ദശവാർഷിക നിറവിൽ ചെർപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം. നന്മയുടെ 10ാം വാർഷിക ആഘോഷം ഒക്ടോബർ 25 ശനിയാഴ്ച നടക്കും. വി.കെ. ശ്രീകണ്ഠൻ എം.പി. പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് നന്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2015 ആരംഭിച്ച മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ചെർപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെ 10ാം വാർഷികാഘോഷമാണ് ഒക്ടോബർ 25 ശനിയാഴ്ച നടക്കുന്നത്. 10 നന്മ വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ നിരവധി പരിപാടികളാണ് 10ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നന്മ സംഘടിപ്പിച്ചു വരുന്നത്. സാമൂഹിക, സാംസ്കാരിക, കല, കായിക, സാഹിത്യ മേഖലകളിൽ മികവുറ്റ പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ നന്മയ്ക്ക് നടത്താനായത്. ഒറ്റപ്പാലം റോഡിൽ പ്രവർത്തനം ആരംഭിച്ച നന്മ സാംസ്കാരിക കേന്ദ്രം നിലവിൽ ചെർപ്പുളശ്ശേരി പാലക്കാട് റോഡിൽ പഴയ പെട്രോൾ പമ്പിന് സമീപമാണ് പ്രവർത്തിച്ചു വരുന്നത്. നന്മ വിമൻസ് വിങ്, സീനിയർ സിറ്റിസൺ ഫോറം, ബാലവേദി, നന്മ സ്പോർട്സ് അക്കാദമി, നന്മ റീഡേഴ്സ് ക്ലബ്ബ് തുടങ്ങി വിവിധ വിങ്ങുകളും നന്മയ്ക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഒക്ടോബർ 25 ശനിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ ലക്ഷ്മി കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന നന്മ 10ാം വാർഷികാഘോഷം വി.കെ. ശ്രീകണ്ഠൻ എം.പി. ഉദ്ഘാടനം ചെയ്യും. 10ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നന്മ പുറത്തിറക്കുന്ന നന്മൊഴി സുവനീർ രാജ്യസഭാംഗം പി.വി. അബ്ദുൽ വഹാബ് പ്രകാശനം ചെയ്യും. പി. മമ്മിക്കുട്ടി എം.എൽ.എ. അധ്യക്ഷത വഹിക്കും. നഗരസഭാ ചെയർമാൻ പി. രാമചന്ദ്രൻ മുഖ്യാതിഥിയാകും. നന്മ ചെയർമാൻ പി.വി. ഷഹീൻ, വൈസ് ചെയർമാൻ കെ. ബാലകൃഷ്ണൻ മാസ്റ്റർ, നന്മ ജോയിന്റ് സെക്രട്ടറി സി. രാധാകൃഷ്ണൻ, നഗരസഭാംഗം പി. അബ്ദുൽ ഗഫൂർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി. ജയകൃഷ്ണൻ, കെ. എം. ഇസാഖ്, കെ. അസീസ്, കെ. ജയൻ മാസ്റ്റർ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ. പി. സുധീർ തുടങ്ങിയവരും പങ്കെടുക്കും. തുടർന്ന് നന്മ വിമൻസ് വിങ് അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും പൊതുജനങ്ങൾക്കായി ഓപ്പൺ സ്റ്റേജും സംഘടിപ്പിക്കുമെന്ന് നന്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 15 സെപ്റ്റംബർ 15 മണിക്കാണ് 15നാണ് നമ്മുടെ ഉദ്ഘാടനം അന്ന് നടന്ന് അന്നത്തെ എം.എൽ.എ. ആയിരുന്ന സലീഖാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം നന്മയുടെ പ്രവർത്തനം വളരെ സജീവമായിട്ട് സമൂഹത്തിലെ എല്ലാ പ്രധാന സംഭവങ്ങളിലും പ്രതികരിച്ചുകൊണ്ടാണ് നന്മ ഇതുവരെ പ്രവർത്തനം കൊണ്ടുപോയിട്ടുള്ളത്. മറ്റു തരത്തിലുള്ള ഒരു വിഭാഗീയതയും ചേരിതിരിവും പ്രകടമാക്കാതെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ മതവാദങ്ങൾക്കൊക്കെ തന്നെ അതീതമായിട്ടാണ് നന്മ ഇതുവരെ അത്തരത്തിലുള്ള പ്രതികരണ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നാൽ തീർച്ചയായിട്ടും ലോകത്തും ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ നടക്കുന്ന പൊതുവായിട്ടുള്ള സാമൂഹ്യ സംഭവങ്ങളോട് ഞങ്ങൾ പ്രതികരിക്കാറുണ്ട്. അത് രാഷ്ട്രീയം, കല, സാഹിത്യം, സ്പോർട്സ് എന്നീ മേഖലകളിലൊക്കെ തന്നെ ഉള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താറുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ നന്മയ്ക്ക് പ്രധാനമായിട്ടുള്ള ശാഖകളുടെ പ്രവർത്തനമാണ് നന്മ എത്ര ശക്തിപ്പെടുത്തിയത്. നന്മ വൈസ് ചെയർമാൻ കെ. ബാലകൃഷ്ണൻ മാസ്റ്റർ, നന്മ ജോയിന്റ് സെക്രട്ടറി സി. രാധാകൃഷ്ണൻ, നന്മ സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് മുഹമ്മദ് അലി മാട്ടര, നന്മ ലൈബ്രറിയൻ ജാബിർ നദ്വി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.